ശുശ്രൂഷയിൽ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളുമില്ല. വരുന്നവര് മുഴുവൻ അവിടുത്തെ തിരുവായി കേട്ടോണ്ടിരിക്കുക. കാരണം എന്നെ വായിന്ന് വരുന്നത് മുഴുവൻ ലാവണ്യമാക്കുന്നതാണ്. അതിന്റെ പള്ളിയിൽ ഇരുന്ന എല്ലാവരുടെ കണ്ണ് അവങ്കിലേക്ക് മാത്രമാണ്. ഇതുപോലെ സൗന്ദര്യമുള്ളത്, ഇതുപോലെ യോഗ്യം, ഇതുപോലെ സ്നേഹം, ഇതുപോലെ പുണ്യവൻ, ഇതുപോലെ കഴിവുള്ളവൻ, ഇതുപോലെ മഹത്വമുള്ളവൻ, എന്റെ മുന്നിലോകത്തായി ചുമപ്പുള്ളവൻ, അവൻ 10,000 സേവകൻ. ഇരിക്കുന്ന സകല മനുഷ്യന്റെ കണ്ണ് യേശുവിന്. പള്ളിയിലുള്ള എല്ലാവരുടെ കാരണം 10,000 ശ്രേഷ്ഠൻ. ശൂലേമിയോട് അതാ ചോദിച്ചത്, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരേക്കാൾ എന്തുവാ വിശേഷം? അവള് പറഞ്ഞു മുഴുവൻ വിശേഷതയാണ്. 8-ാം വാക്യം മുതൽ വായിച്ച് 5-8 മുതൽ വായിച്ച് 5-8 മുതൽ 5-ാം അധ്യായത്തിന്റെ 8 മുതൽ വായിച്ചു. അന്നേരം കുറച്ചുകൂടെ കാര്യം ഗ്രഹിക്കാമല്ലോ. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമപരവശയായിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണം. അടുത്ത വാക്യം, എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാർ. ഇവിടെ സ്ത്രീകളിൽ അതിസുന്ദരി ആര്? ഭയങ്കര സൗന്ദര്യമാണ്. 6:10 തോന്നുന്നു വായിച്ചേ. സോറി, തെറ്റിയാണ്, ക്ഷമിക്കണം. അത് തന്നെ, അരുണോദയം പോലെ ഇച്ചിരുടെ ശബ്ദത്തിൽ വായിക്കുന്നു. നന്നായിട്ട് വായിക്കുന്നുണ്ട്, ചടയെന്ന് വായിക്കുന്നുണ്ട്. ഇത്ര ശബ്ദം ഉള്ളോ? ഉറക്കെ വായിക്കും. അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, സൂര്യനെ പോലെ നിർമ്മലതയും, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ളവർ ഇവർ. ഇതാണ് അവിടെ സൗന്ദര്യം. ഈ സ്ത്രീ സഭയ്ക്ക് തന്നില്ല. ഇതൊക്കെ ഓരോ വാക്യങ്ങളും എടുത്ത് വ്യാഖ്യാനിക്കണം. ഈ സ്ത്രീയെ പറ്റി പറയുന്നത്, ഈ പെൺകുട്ടീനെ അവിടെ അമ്മ പ്രസവിച്ച് ഒരു കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചതാണ്. ശൂലേമിയുടെ അമ്മ പ്രസവിച്ചു, ഇവിടെ ഒരു കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചു. മലയാള പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നാരകത്തിന്റെ ചോട്ടിൽ നിന്ന് 8:5 മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നവരിവളാ. നാരകത്തിൽ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. നാരകത്തിന്റെ ചുവട്ടിലാണ് പ്രസവിച്ചത്. മലയാളത്തിൽ നാരകത്തിന്റെ ചുവട്ടിൽ, ഇംഗ്ലീഷിൽ ആപ്പിൾ വരെ വന്ന ഇംഗ്ലീഷ് ബൈബിൾ അല്ലേ മോനെ? ഒരു ഇംഗ്ലീഷും കൂടി ഇരിക്കേണ്ടതായ ഉച്ചയായില്ലേ? അപ്പോൾ മലയാളത്തിൽ നാരകത്തിന്റെ ചുവടെന്ന, ഇംഗ്ലീഷിൽ ആപ്പിളാ. ഇനി അത് പറഞ്ഞ് സഭ രണ്ടാകരുത്. ഈ സ്ത്രീയെ, ഈ പെൺകുട്ടിയെ പ്രസവിച്ച് നാരകത്തിന്റെ ചുവട്ടിൽ ഇട്ടു. മലയാളത്തിൽ അങ്ങനെ, ആപ്പിളത്തിൽ അങ്ങനെ ആയിക്കോട്ടെ. അതിലെ ആടിനെ തീറ്റി ഇടയ ചെറുക്കൻ കരഞ്ഞാറായ പെൺകുട്ടിയെ കണ്ട്, ചോരക്കുഞ്ഞിനെ കണ്ട് എടുത്ത് ഉമ്മ വെച്ച് മുത്തമിട്ട് വീട്ടിൽ കൊണ്ടുപോയി അമ്മയുടെ കൈ കൊടുത്തു. ആ അമ്മ ഇവിടെ വളർത്തി, ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ അമ്മ വളർത്തി. ഇടയ ചെറുക്കൻ മറ്റാരുമല്ല, യേശു ക്രിസ്തുവാണ്. ഈ പെൺകുട്ടി ആരാന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളുമാണ്. ആ വീട് ആരാന്ന് ചോദിച്ചാൽ ദൈവസഭയാകുന്ന വീടാണ്. ഒരു പോറ്റമ്മയുടെ കൈ കൊടുത്ത്, പോറ്റമ്മ മറ്റാരുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പെറ്റി അമ്മ ഏതാന്ന് ചോദിച്ചാൽ നേരത്തെ നിന്നടമാണ്. നേരത്തെ കരുണയൊന്നുമില്ലല്ലോ, പ്രസവിച്ചേച്ച് പോകുന്നല്ലാതെ. സ്തോത്രം. പിന്നെ അടക്കാൻ ചെല്ലുമ്പം പറയും അതെല്ലാം അടച്ചേച്ച് വേണം. ഏതാ കുടിശ്ശിക അടക്കാൻ ചെല്ലുമ്പോഴേ പള്ളി പോയില്ലേലും അവർ പറയും ഞങ്ങളുടെ ഇടവകയിലെയാണ്. കാരണം അപ്പറ കാനാനും ഇപ്പറ മതിലും അതിനിടെ കിടക്കുക കുടിച്ചേച്ച്. അതാ ഇടവക. മാവേലിക്കര ഇടവകയാണ്.
ഞാൻ ഞങ്ങളുടെ അച്ഛനെ പണ്ട് കാവാലം തരുന്നതാ, വർഷങ്ങൾക്ക് ശേഷം കണ്ട് ഞാൻ ചോദിച്ചു, അച്ഛൻ ഇപ്പൊ ഏത് ഇടവകയല്ല? പുള്ളി പറഞ്ഞു, ഞാൻ ഇടവകയിൽ വന്നത് ഈ വകയുടെ എല്ലാ ഇടയിലാന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ പള്ളിയിലുള്ള 3-4 പേരും അച്ഛന്റെ കൂടെ ഉണ്ട്. ഞാനിപ്പോ ഇടവകയിലൊന്നും അല്ല, ഈ വകയുടെ അല്ല. ഇതിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ ദുഃഖവാർത്ത അച്ഛനെ കടന്നുപോയി. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ പോറ്റമ്മ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ പെറ്റമ്മ നേരത്തെ നിന്ന ഇടമ, കരുണയൊന്നുമില്ലല്ലോ. കുടിച്ചാലെന്നാ, വന്നാലെന്നാ, നിന്നാലെന്നാ, ഒന്നും ഒരു കരുണയില്ല. ഈ പോറ്റമ്മയാണ് പരിശുദ്ധാത്മാവ് ഈ പെൺകുട്ടിയെ വളർത്തി. കാരണം ഈ വീട് ദൈവസഭയാണ്. ഇതിനകത്ത് ഈ വീട്ടിൽ വന്നപ്പോൾ ഇതിന് ആവശ്യമുള്ളതല്ല ഈ വീട്ടിലുണ്ട്. ആകയാൽ എന്ത് സഹോദരന്മാരെ, 14:26 കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരുടെ സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, അന്യഭാഷ കൊണ്ട് പ്രവചനം, ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇതൊക്കെ കൊടുത്തായി വളർത്തിയത് ഉപദേശവും. അപ്പൊ നല്ല ഉപദേശവും വചനവും പരിജ്ഞാനവും പ്രവചനവും വെളിപ്പാടും ഇതൊക്കെ കൊടുത്ത് ഇങ്ങനെ ആത്മീക ഭക്ഷണം കൊടുത്ത് വളർത്തിയത് കൊണ്ട് അരുണോദയം പോലെ ശോഭയാണ്, സൂര്യനെ പോലെ നിർമ്മലതയാണ്, കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ളവളാണ് ദൈവസഭ. അപ്പൊ ഇങ്ങനെയുള്ള ഈ സഭ അരിമ മണവാളനെ പറ്റി പാടിയും പറഞ്ഞു പുലമ്പിയിരുന്നപ്പോൾ ഈ യെരൂശലേം പുത്രിമാരെല്ലാം വന്ന് ചോദിക്കുക, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്തുകൊണ്ട് വിശേഷത? അപ്പോൾ വിശേഷത പറഞ്ഞത് വായില്ല. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവന്റെ ശിരസ് അതിവിശേഷം. അത് വിവരിക്കുന്നില്ല. തല മുതല്, എന്റെ ഭാഷ തല മുതൽ നഖം വരെ അങ്ങോട്ട് അംഗപ്രത്യംഗമായി വർണ്ണിച്ച് വിവരിക്കുന്നു. ഞാൻ സാധാരണ പഴയ പാട്ടുകളൊക്കെ പാടുന്നതൊന്നും അവകാശപ്പെടുകയല്ല, ചൊല്ലും. അപ്പം അതിന് ഹാർമോണിയം ഒക്കെ വായിക്കുന്ന സഹോദരന്മാർ വെക്കൊണ്ട് അത് ഒരു സന്തോഷമാണ്. ചിലർക്ക് അത് ബുദ്ധിമുട്ടാണെന്നും അറിയാം, എങ്കിലും പഴയ പാട്ടിന്റെ വരികളാ ചൊല്ലുന്നത്. അപ്പം ഇന്നതൊന്നും പാടുന്നില്ല, ഉപവാസ പ്രാർത്ഥനയാണല്ലോ. എങ്കിലും ഈ സന്ദർഭോചിതമായിട്ട് ഒരു വരി ഇരമൻ തമ്പിയൊക്കെ എഴുതിയ വരികളുണ്ടല്ലോ, അതിനോട് ചേർന്ന് സാറ് ഒരു വരി കൊടുത്തിട്ടുണ്ട്. നല്ലോരി സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷതയുള്ളൂ, നല്ലോരി സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷതയുള്ളൂ, 1000 ഭർത്താളെ നോക്ക് അതിൽ എന്നേശു മുഖ്യനായുണ്ട്.